അദ്ദേഹം പറഞ്ഞത് 16 ഒന്നോ രണ്ടോ അല്ല 16 പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്ന ഒരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ മുതൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഈ മലയാള സിനിമാ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സിനിമാ രംഗത്ത് മാത്രമല്ല ഇതേപോലെ പീഡന കഥകളുള്ളത് സീരിയൽ രംഗത്തും ഉണ്ടെന്നൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് മലയാളി വാർത്ത പുറത്തു വരുന്നത്. ഇപ്പോൾ എന്നോട് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന നടിയായ താരാലക്ഷ്മി ഉണ്ട്. നമസ്കാരം താരാലക്ഷ്മി. നമസ്കാരം. എന്താണ് ഇപ്പം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയാനുള്ളത്? ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, ഇതിന്റെ പുറകിൽ നിൽക്കുന്ന കുറെ സംസാരിക്കാൻ പറ്റാത്ത കുറച്ച് മുഖങ്ങളുണ്ട്, അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്റെ ഈ ഫോണിലേക്ക് വന്ന കുറെ സന്ദേശങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന ഉറിയടി എന്ന സിനിമയുടെ പ്രൊഡ്യൂസറും അദ്ദേഹം ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ പേര് സുധീഷ് ശങ്കർ എന്നാണ്. അപ്പൊ അദ്ദേഹം എന്നോട് മാത്രമല്ല വേറെ പല സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനോടും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതായിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ്. അത് വ്യക്തമായ വോയിസ് റെക്കോർഡർ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് 16 ഒന്നോ രണ്ടോ അല്ല 16 പേർക്ക് നിങ്ങൾ ബെഡ് ഷെയർ ചെയ്യണം എന്നൊരു ഭയങ്കരമായ ഒരു കുറ്റമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നതും എന്നെ ഇത്രയും മീഡിയ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഒരു രഹസ്യം വെളിയിലേക്ക് വരണം, ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ മുഖം വെളിയിലേക്ക് വരണം. അദ്ദേഹം വെറും പൈശാചികമായ രീതിയിലാണ് പല ആർട്ടിസ്റ്റുകളോടും പെരുമാറുന്നത്. അതുപോലെ എന്നോടും പെരുമാറി. ഞാനിപ്പം എന്നോട് പറഞ്ഞു ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ കൊണ്ട് എന്റെ മുഖത്തടിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതിനെ ചിലര് ഹാസ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോ എന്തുമാത്രം പേരെടുത്ത് ഇദ്ദേഹം ക്രൂരമായി പെരുമാറുന്നു. എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചാൽ ഉറിയടിയുടെ സെറ്റി വെച്ചാണ് എനിക്ക് അനുഭവം. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെ അദ്ദേഹം പ്രൊഡ്യൂസർ ആയെങ്കിൽ കൂടി അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഞാനൊരു ചെറിയ ഒരു പാട്ട് സീനി മാത്രമാണ് അവിടെ പോയത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഒരു സീരിയൽ എടുക്കുന്നുണ്ട്, താര ഓഡിഷന് വന്നോളൂ എന്ന് പറഞ്ഞു. അത് പ്രകാരം പിന്നീട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രൊഡക്ഷൻ കൺട്രോളറായ ഷാനു ആണ്. ഷാനു വിളിച്ചിട്ട് പറഞ്ഞു മ്യൂസിയത്തിന്റെ അവിടെ വരണം, പിന്നെ ഓഡിഷനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒരു ട്രാപ്പാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഷാനു പറഞ്ഞു അല്ല കുഴപ്പമില്ല, ഡയറക്ടർ അവിടെ ഉണ്ട്, പോയി സംസാരിക്കുന്നു. അങ്ങനെ ഷാനുവിന്റെ കൂടെ അവിടെ ചെന്നിരുന്നു. അപ്പോഴും അതൊരു വീടാ. അപ്പം അങ്ങനെ സംസാരിച്ചു. അദ്ദേഹം കഥ ഒരു ഷോർട്ടാക്കി എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് ഇന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു സാറേ എന്റെ വേഷം എന്താന്ന് പറയുന്നു. അപ്പം പറഞ്ഞു താര അതിന് കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട്, അതൊക്കെ അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ താരയെ വലിയൊരു നടിയാക്കി സൂപ്പർ ഹിറ്റ് ആക്കി തരും. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് പ്രശസ്തി വേണ്ട, ഞാൻ അതിന് ഒരുക്കമല്ലാന്ന് പറഞ്ഞു. അതോടെ അദ്ദേഹം ഇങ്ങനെ കയറി പിടിച്ചു. അപ്പൊ ഞാൻ കൈ തട്ടി മാറ്റി. വീണ്ടും അദ്ദേഹം ബലം പ്രയോഗിച്ച് പിടിച്ചപ്പോഴത്തേക്ക് അതെ അദ്ദേഹം പോയിട്ട്, പക്ഷെ ലോക്കല്ല, ശാരീരിക്കോ. അങ്ങനെ ഞാൻ തള്ളി മറിച്ചിട്ടിട്ട് ഞാൻ ഇറങ്ങി. അപ്പോഴത്തേക്ക് ഷാനു അവിടെ ഇല്ല. ഷാനു അപ്പോഴത്തേക്ക് വണ്ടി എടുത്തോണ്ട് പോയി. അപ്പം പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ഷാനു എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തെ ഒരു കരുവാക്കി. ഇതിന്റെ പ്രധാന കണ്ണി ഷാനുവാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ. ഇദ്ദേഹം പല ആർട്ടിസ്റ്റുകളെയും ഇദ്ദേഹം ഫോട്ടോസ് കാണിച്ച് ബ്രെയിൻ വാഷ്, ഇവര് വഴങ്ങും കേട്ടാ ഇങ്ങനെ പറഞ്ഞ്. ഇതൊരു മാഫിയാണ്. ഞാൻ അതിനെതിരെയാണ് ശക്തമായി പ്രതികരിക്കുന്നത്. ഇങ്ങനെയുള്ള മുഖം വെളിയിൽ വരണം എന്ന് പറഞ്ഞാൽ എന്റെ വിഷയം മാത്രമല്ല, ഒരുപാട് പേരുടെ വിലാപമാണ്. അന്ന് സംഭവം നടന്നപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിരുന്നു. ഞാൻ ഇത് അറിയിച്ചു. പക്ഷേ ഞാൻ ഇത് അറിയിച്ചത് മ്യൂസിയത്താണ് അറിയിച്ചത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫാമിലിയും കാര്യം എനിക്ക് കുട്ടികളെ എല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നീട് അത് വലിയ രീതിയിലാവാതെ ഞാൻ ഒന്ന് ബാക്ക് വലിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫ് പോലും ഇത് സമ്മതിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എന്താ വിഷയം? വൈഫ് എന്താണ് പറഞ്ഞത്? വൈഫ് ഒരു ആർട്ടിസ്റ്റ് ആണ്. അവരും കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് അറിഞ്ഞത്. ഇദ്ദേഹം വേറെ എന്റെ അടുത്ത് മാത്രമല്ല ഒരുപാട് പേരെടുത്താണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത്. ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും കേസ് പുറത്തു വരാൻ കാരണം ഇപ്പൊ ഇത്രയും വിഷയം സിനിമാ ലോകത്ത് നടക്കുന്ന ഈ സമയം ഇത് എനിക്ക് ഏറ്റവും ആപ്റ്റായ കാര്യം. സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്തും. ഇവിടെ എനിക്ക് ഏറ്റവും വിശ്വാസം മീഡിയയെ തന്നെയാണ്. ഞാൻ ഇന്നലെ കേസ് കഠിനംകുളത്ത് കൊടുത്തപ്പോ പോലും അവിടെ CA സ്വാധീനിക്കാൻ വേണ്ടി പെരുമാതുറയായിരുന്നു ലൊക്കേഷൻ. അവിടെ വെച്ചാണ് എന്റെ ദേഹത്ത് കയറി പിടിക്കുന്നത്. 2 സ്ഥലത്ത് വെച്ച് ദേഹത്ത് കയറി പിടിക്കുന്നത് അല്ല. അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. വീണ്ടും വിളിച്ചു എന്റെ അടുത്ത് സോറി പറഞ്ഞ് പ്രൊഡക്ഷൻ കൺട്രോളർ അവിടേക്ക് വിളിച്ചു. അതും ഇൻസൾട്ട് ചെയ്യാനായിരുന്നു. 1 ദിവസം 2 ദിവസം 3 ദിവസം എന്നെ അവിടെ ഇരുത്തി, രാവിലെ മുതൽ രാത്രി വരെ എന്നെ ഇരുത്തിയിട്ട് ഇല്ല സീനില്ലെന്നും പറഞ്ഞു വിട്ടു. പിന്നീട് 3-ാമത്തെ ദിവസം വന്ന് ഞാൻ സംസാരമായി. അവിടെ വെച്ചിട്ടാണ് ഇദ്ദേഹം എന്നെ കയറി പിടിക്കുന്നതും ഒക്കെ. അവിടെ വെച്ചിട്ട് ആ വീട്ടിൽ വെച്ചിട്ട്
അവിടെ ഒരു 5-6 മുറിയോളം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് കൊടുത്ത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ ഷാനു, ഇവരെങ്ങനെ ഫോണിൽ മിണ്ടത്തില്ല, ഷാനു വന്നിട്ട് ഇതേ കണക്ക് എല്ലായിടും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ എന്തോ സീന്റെ കാര്യം പറയാൻ ചെല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനു ആണ് എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ ഇവര് ബുദ്ധിപരമായിട്ട് തെളിവ് നശിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യം ചെയ്യും. എന്നിട്ട് വെളിയിൽ ഇറങ്ങി കാവല് പോലെ നിൽക്കും ഷാനു. അതൊക്കെയാണ്. അങ്ങനെ ഒരുപാട് കാര്യം. പോലീസ് സ്റ്റേഷൻ ചെന്നപ്പോൾ അനുഭവം എന്ന് വെച്ചാൽ എന്റെ അടുത്ത് വളരെ നല്ല എല്ലാ കാര്യങ്ങളും ചോദിച്ചു. എന്റെ കയ്യിൽ നിന്ന് അതുപോലെ ലൊക്കേഷൻ വാങ്ങിച്ചു, അതുപോലെ ഹൗസ് ഓണറെ വിളിച്ച് മൊഴിയെടുത്തു. എനിക്ക് നല്ല രീതിയിലാണ് അവര് മൂവ് ചെയ്യുന്നത്. എന്നാലും സ്വാധീനമുണ്ടെന്ന് പറഞ്ഞു. CA വിളിച്ചിട്ട് ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിന്ന് ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേസ് ഒതുക്കാൻ വേണ്ടി. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട്. ഈ സംവിധാനം പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നോ? പിന്നീട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. ഇല്ല. അപ്പൊ ഈ സിനിമയിൽ മാത്രമല്ല ഇതേപോലെ ഈ എന്താണ് സ്ത്രീ പീഡന സീരിയൽ ഉണ്ടെന്ന് സീരിയൽ മാഫിയാണ്. പക്ഷെ ഒരു വ്യക്തി പോലും ഇതുവരെയും സീരിയലിലെ കാര്യം പറഞ്ഞില്ല എന്നുള്ളതാണ് വളരെ വിഷമം. ഞാനാണ് ധൈര്യപൂർവ്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതിന്റെ ബാക്കിൽ എന്നെ വിളിച്ച് പറയും, ചേച്ചി ഒന്ന് പറയും, ഞങ്ങളുടെ പ്രശ്നം കൂടെ പറയും. അവർക്കൊക്കെ പേടിയാണ്, അവരുടെ ഫാമിലി ഇഷ്യൂ. ഈ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നൊരു വാർത്ത പുറത്തുണ്ട്. സീരിയൽ ഇതേപോലെ ഗ്രൂപ്പ് ഉണ്ടോ? തീർച്ചയായിട്ടും. സ്ത്രീകളും ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്. അത് ഞാൻ നേരിട്ട് അനുഭവപ്പെട്ട. എന്നെ മാനസികമായിട്ട് പല ലേഡീസും കളിയാക്കാറുണ്ട്. അത് പറഞ്ഞു വെച്ചിട്ട് കളിയാക്കാൻ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഒരു സോങ്ങിന്റെ ഷൂട്ടിൽ ഇരിക്കുമ്പോഴും നമ്മളെ എണീപ്പിച്ച് അവിടുന്ന് അപ്പുറത്തിരുത്തുക, പിന്നീട് അപ്പുറത്തിരുത്തുക, ഇങ്ങനെയൊക്കെ കളിയാക്കി നമ്മളെ മാനസികമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് അനുഭവമാണ്. ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റി സീരിയലിന് വേണ്ടി തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയാണ്. ഒരു വിലാപം, സത്യം പറഞ്ഞ കുറെ സ്ത്രീകളുടെ വിലാപമാണ് എന്റെ വായിലൂടെ വെളിയിൽ വരുന്നത്. അതിനൊരു നീതി, ഇതിനു വേണ്ടി ഞാൻ ഏതറ്റവും പോകും. എന്നെ ആരൊക്കെ കളിയാക്കിയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ഇതിനൊരു റിസൾട്ട് താരാലക്ഷ്മി കൊണ്ടുവന്നിരിക്കും. സീരിയൽ ഇതേപോലെ വഴങ്ങി കൊടുത്തില്ലെങ്കിൽ അവസരം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? ഒരു 95% ഇങ്ങനെ പറയുന്ന ആളുകളാണ് നമ്മളിപ്പോ കേട്ടുവരുന്നത്. ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട്, ഒരു ഇൻസ്റ്റഗ്രാം ഫോട്ടോഷൂട്ടിന് വരെ ഇതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഏത് അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ഇവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശരിയല്ല. നമുക്ക് സത്യം തുറന്നു പറയണ്ടേ, നമ്മുടെ അനുഭവം പറയണ്ടേ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ സിനിമാ രംഗത്തെ പല കഥകളും പുറത്തു വന്നതായി. ഇന്ന് മുതൽ സീരിയൽ രംഗത്തെ കഥകളും പുറത്തു വരികയാണ്. ഇനി വരും ദിവസങ്ങളിൽ എത്രത്തോളം സീരിയൽ നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് കഥകൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നത് കണ്ടറിയാം. ക്യാമറാമാൻ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്.